ഗോൾഡൻ പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി തേവക്കലിൽ സ്ഥിതി ചെയ്യുന്ന 4.400 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന വിശാലമായ ഒരു 3 ബെഡ്റൂമിന്റെ വീടിന്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാണുന്ന പോലെ ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിന്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 5 കിലോമീറ്ററും എടപ്പള്ളി ലുലുമാളിലേക്ക് 9 കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 2.5 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. ഏകദേശം 4 മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ടവിരിച്ച റോഡിന് മുന്നിലായാണ് ഈ വീട് നിൽക്കുന്നത്. ഒരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ഈ വീട് ഒരു കോർണർ പ്ലോട്ടിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈവസിയോട് കൂടി നിൽക്കുന്ന ഒരു വീടാണ്. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഗേറ്റിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായ ഡിസൈനോട് കൂടി വരുന്ന ഒരു ഗേറ്റാണ്. 17 അടിയോളം നീളം വരുന്ന സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റ് തുറന്ന് നമുക്ക് വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. അവിടെ ഇന്റർലോക്ക് കട്ടയെല്ലാം വിരിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്യാനുണ്ട്. 3 വണ്ടി ഈസിയായിട്ട് പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ അവിടെ ലഭിക്കുന്നുണ്ട്. ചുറ്റുഭാഗങ്ങളിലേക്കെല്ലാം നമുക്കൊന്ന് പോയി നോക്കാം. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ കീഴിൽ പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. അങ്ങനെ ചുറ്റുഭാഗങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം കൂടാതെ പൈപ്പ് കണക്ഷനും അവൈലബിൾ ആണ്. കിണർ വരുന്നത് കോമൺ ആയിട്ടാണ്. ഫ്രണ്ട് ഭാഗത്തേക്ക് തന്നെ ഇനി നമുക്ക് തിരിച്ചു വരാം. വടക്ക് ഭാഗത്തേക്ക് ഡയറക്ഷനോടുകൂടി വരുന്ന ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് നമുക്ക് കാണാൻ കഴിയും. 4-5 ചെയറിട്ടിരിക്കാവുന്ന ഒരു സ്പേസ് അവിടെ ലഭിക്കുന്നുണ്ട്. സിറ്റ് ഔട്ടിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. വീടിന്റെയും ഡോറിന്റെയും ഡയറക്ഷൻ വടക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. ആഞ്ഞിലിയും മഹാഗണിയും തേക്കുമാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. ഡോർ തുറന്ന് നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. ഇവിടെയെല്ലാം പഴയ മോഡൽ മച്ച് മോഡലുള്ളൊരു സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ വീടിന്റെ ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള മനോഹരമായൊരു TV യൂണിറ്റ് നമുക്ക് കാണാം. ലൂവർ എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഡൈനിങ് ഹാളിലേക്ക് കടക്കുന്ന പാർട്ടീഷനെല്ലാം മൾട്ടിവുഡിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വിശാലമായ ഈ ഒരു ഡൈനിങ് ഹാളിൽ വലിപ്പമുള്ള ഒരു ടേബിൾ ഡൗൺ സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചന്റെ ഭാഗത്തേക്ക് വരാം. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ നിർമ്മിച്ചിട്ടുള്ളത്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ക്രോക്കറി ഷെൽഫുകളെല്ലാം കൊടുത്തിട്ടുള്ള ഒരു ഓപ്പൺ ഏരിയ നമുക്ക് കാണാം. അവിടെയായി ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചണിലും ഫോൾ സീലിംഗ് വർക്കെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. കൂടാതെ വുഡൻ ഫിനിഷിംഗിൽ വരുന്ന മാറ്റ് ടൈലുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെയായി ഫ്രിഡ്ജ് വയ്ക്കാവുന്ന ഒരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. കിഴക്ക് ഭാഗത്തേക്ക് അടുപ്പ് കത്തിക്കാവുന്ന രീതിയിൽ ചിമ്മിനിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും ഇനി നമുക്ക് വർക്ക് ഏരിയ സ്പേസിലേക്ക് പോകാം. വിശാലമായൊരു വർക്ക് ഏരിയ ഇവിടെ ലഭിക്കുന്നുണ്ട്. സാധാരണ 3 ബെഡ്റൂമുകൾക്ക് കിട്ടാവുന്ന ചെറിയ വർക്ക് ഏരിയ സ്പേസായി മാത്രമേ കിട്ടാറുള്ളൂ. പക്ഷേ ഈ വീടിന് 2000 സ്ക്വയർ ഫീറ്റ് വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഭാഗത്തും നല്ല വലിപ്പം നമുക്ക് ലഭിക്കുന്നുണ്ട്. കബോർഡ് വർക്കുകളെല്ലാം ഇവിടെയും നമുക്ക് കാണാം. ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ 15 അടി നീളവും 10 അടി വീതിയും വരുന്നൊരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെയും 2 ഭിത്തിയിലും വലിപ്പമാർന്ന വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കും കാണാം. ഒരു കോർണറിലായാണ് കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ മിറർ സെറ്റ് ചെയ്യാനുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്. സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസും എല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഹോളിലേക്ക് തന്നെ തിരിച്ചു വരാം. ടേബിൾ ടോപ്പോടുകൂടി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന ഒരു വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസിന്റെ താഴെയായി ഇൻവെർട്ടർ വെക്കാനുള്ള പ്രൊവിഷൻ എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. കൂടാതെ ഒരു സ്റ്റോറേജ് സ്പേസും ലഭിക്കുന്നുണ്ട്. സ്റ്റെയർ കേസിന്റെ ഹാൻഡിലിനായി ടഫൻ ഗ്ലാസും സ്റ്റീലുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കൂടാതെ വുഡും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്.
സ്റ്റെയറിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്ക് വരാം. സ്റ്റെയർ കേസ് കയറി വരുന്ന നേരെ കാണുന്ന ഭിത്തിയിൽ പറകോളയും വിൻഡോയും എല്ലാം വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഭാഗം കവർ ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ചെറിയൊരു എൽ ഷേപ്പിൽ വരുന്നൊരു ഹോളിലേക്കാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നെത്തി നിൽക്കുന്നത്. ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഇവിടെ 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് ലഭിക്കുക. ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബെഡ്റൂമിന് 15 അടി നീളവും 13.5 അടി വീതിയും വരുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ് ഇത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ് ഇവിടെ ലഭിക്കുക. ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ ഒരു ഭാഗത്താണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതിനും ഏകദേശം 14.5 അടി നീളവും 13.5 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂം തന്നെയാണ്. മുകളിലെ നിലയിലെ 2 ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയുള്ള ബെഡ്റൂമുകളാണ്. ഇവിടെയും കബോർഡ് വർക്കും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി തേവക്കലിൽ സ്ഥിതി ചെയ്യുന്ന 4.400 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 96 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.